പീഡന പരാതിയിൽ പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തു. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചു, നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തി എന്നീ കുറ്റങ്ങളിൽ ചുമത്തിയാണ് കേസെടുത്തത്. നെടുമങ്ങാട് വലിയമല സ്റ്റേഷനിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. രാഹുലിന്റെ അടൂർ മുണ്ടപ്പള്ളിയിലെ വീടിന് പോലീസ് കാവലേർപ്പെടുത്തിയിട്ടുണ്ട്. അനന്തകൃഷ്ണൻ വിശദവിവരങ്ങളുമായി ചേരുന്നു. അനന്തൻ, ഗുഡ് മോർണിംഗ്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയില്ല എന്നത് മാത്രമായിരുന്നു വാദം. ഒടുവിൽ ഇതാ പരാതി നൽകിയപ്പോൾ ആളെ കാണാനുമില്ല. എന്തൊക്കെയാണ് ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ, വിശദവിവരങ്ങൾ എന്ത് അനന്തൻ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അങ്ങനെ കേസെടുത്തിരിക്കുന്നു. യുവതിയുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. നേരത്തെ ഗർഭചിത്രം നടത്തിയതുമായി ബന്ധപ്പെട്ട് ശബ്ദരേഖയൊക്കെ പുറത്തു വന്നപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വലിയ വാദം തനിക്കെതിരെ പരാതിയില്ല, വാദിയില്ല എന്നൊക്കെയായിരുന്നു. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് യുവതി പരാതിയുമായി മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തിയത്. മുഖ്യമന്ത്രി പരാതി അപ്പോൾ തന്നെ പരാതിയും ഡിജിറ്റൽ എവിഡൻസും അപ്പോൾ തന്നെ ADGP H വെങ്കടേഷിന് കൈമാറിയിരുന്നു. വൈകുന്നേരത്തോടെയാണ് തിരുവനന്തപുരം റൂറൽ SP KS സുദർശന്റെ നേതൃത്വത്തിൽ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. അതിനുശേഷം രാത്രിയോടെ കേസ് രജിസ്റ്റർ ചെയ്തു. പെൺകുട്ടിയുടെ താമസിക്കുന്ന പോലീസ് സ്റ്റേഷൻ പരിധിയായ വലിയമല പോലീസ് സ്റ്റേഷൻ, നെടുമങ്ങാട് വലിയമല പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ FIRൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ, ഗുരുതരമായ വകുപ്പുകൾ, അതായത് ജാമ്യമില്ല കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. വിവാഹം വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ, അതിനൊപ്പം തന്നെ നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തി എന്നതടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് വഞ്ചന അടക്കം കുറ്റങ്ങളും കൂടിയുണ്ട്. കൂടുതൽ വകുപ്പുകൾ ഇതിൽ ചുമത്തിയിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ കൂടുതൽ പുറത്തു വരുന്നതേ ഉള്ളൂ. ഏതായാലും കേസ് രജിസ്റ്റർ ചെയ്ത് ഇനിയിപ്പോൾ വലിയമല പോലീസ് സ്റ്റേഷനിലാണ് ഈ അന്വേഷണം നടക്കുക, പ്രാഥമികമായിട്ട് അന്വേഷണം നടക്കുക. പെൺകുട്ടിയുടെ വൈദ്യപരിശോധന നടത്തും. അതിനുശേഷം കോടതിയിൽ രഹസ്യമൊഴി എടുപ്പിക്കും. ഏതായാലും ഇതിനൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കാനുള്ള നീക്കവും നടത്തുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയാണ്. അതേ ഗൗരവത്തിൽ തന്നെയാണ് ഈ പരാതി പോലീസും അന്വേഷിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു പ്രത്യേക സംഘത്തെയും രൂപീകരിക്കാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക സംഘം അന്വേഷിക്കുന്നുണ്ട്. ആ അന്വേഷണ സംഘമല്ലാതെ പുതിയൊരു അന്വേഷണ സംഘത്തെ ഈ യുവതിയുടെ പരാതി അന്വേഷിക്കാൻ വേണ്ടി രൂപീകരിക്കാനാണ് സാധ്യത. ഇന്ന് തന്നെ അത് സംബന്ധിച്ചുള്ള തീരുമാനം ഒരുപക്ഷെ ഉണ്ടായേക്കും. ആ സംഘമായിരിക്കും അന്വേഷണം നടത്തുക. ഇതിനിടയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ യുവതിയുടെ ആ പരാതിയിൽ 5.5 മണിക്കൂറാണ് ഇന്നലെ റൂറൽ SP ഓഫീസിൽ മൊഴി രേഖപ്പെടുത്തിയത്. ആ മൊഴിയുടെ വിശദാംശങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുകയാണ്. പെൺകുട്ടിയുടെ മൊഴിയുടെ വിവരങ്ങൾ ഇങ്ങനെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി എന്നുള്ളതാണ്. ഇതിനായിട്ട് നിരന്തരം ഭീഷണിപ്പെടുത്തി എന്ന് പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഈ ഗർഭചിത്രം നടത്തിയത് ഏതെങ്കിലും വൈദ്യ സഹായത്തിൽ, ഏതെങ്കിലും ആശുപത്രിയിൽ പോയിട്ട് കൃത്യമായ നടപടിക്രമം പാലിച്ചല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിച്ചു നൽകിയ ആ ഗുളിക നിർബന്ധിച്ച് കഴിപ്പിക്കുകയായിരുന്നു. അത് രാഹുലിൻ്റെ സുഹൃത്താണ് ബംഗളൂരുവിൽ നിന്ന് ഈ ഗുളിക എത്തിച്ചു നൽകിയതെന്ന് പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഈ ഗുളിക കഴിക്കുന്നു എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ വീഡിയോ കോളിലൂടെ വിളിച്ച് ഉറപ്പാക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 20ഓളം പേജ് വരുന്ന മൊഴിയാണ് ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ റൂറൽ SP ഓഫീസിൽ ഏതാണ്ട് 5.5 മണിക്കൂർ ഈ മൊഴിയെടുപ്പ് നീളുകയും ചെയ്തു. ഏതായാലും ഇനിയുള്ള മണിക്കൂറുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ ഈ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി എന്നുള്ള വാർത്ത പുറത്തു വന്ന ഘട്ടത്തിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് ഇട്ട് സത്യം ജയിക്കുമെന്നൊക്കെയുള്ള പോസ്റ്റൊക്കെ ഇട്ടതിന് ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങുകയായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ എവിടെയാണ് എന്നറിയില്ല. പോലീസിൻ്റെ ഭാഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഒളിവിലാണ്. ഒരുപക്ഷെ ഇന്നലെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ പ്രതികരിക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ ഇന്ന് തന്നെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകാനുള്ള നീക്കമാകും രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുക. ഏതായാലും ആ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാനുള്ളൊരു നീക്കം ഇപ്പോൾ നിലവിൽ വലിയമല പോലീസിൻ്റെ ഭാഗത്ത് നിന്ന്, തിരുവനന്തപുരം റൂറൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഒരുപക്ഷെ ഇപ്പോൾ തന്നെ ഇന്നലെ ഈ മൊഴിയെടുക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ കഴിയുന്നതനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താൻ ഉള്ള നീക്കവും വളരെ ഗുരുതരമായ പിഴവുകൾ, ഗുരുതരമായ തെറ്റുകൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നതാണ് ഈ പെൺകുട്ടി മൊഴി നൽകിയിട്ടുള്ളത്. മൊഴിയിൽ പറയുന്നതനുസരിച്ച് നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തി, അത് ശാസ്ത്രീയമായ രീതിയിൽ അല്ലാതെ ഗർഭഛിദ്രം നടത്തി. മറ്റൊന്ന്, പെൺകുട്ടിയെ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ് ലൈംഗികമായി ഉപയോഗിച്ചു. പീഡനം എന്നതിലപ്പുറം ലൈംഗികമായി ഉപയോഗിക്കുകയായിരുന്നു എന്നതാണ്, അല്ലെ? അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി. തീർച്ചയായിട്ടും ആ പെൺകുട്ടി പറഞ്ഞത് പ്രണയം ആണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രണയാഭ്യർത്ഥന നടത്തിയാണ് തന്നെ ഈ അയാളോടൊപ്പം ചേർത്തത്. അതിനുശേഷം വിവാഹം കഴിക്കാമെന്നുള്ള വാഗ്ദാനം നൽകി. മാത്രമല്ല, ഒരു കുട്ടി രാഹുൽ മാങ്കൂട്ടത്തിന് കുഞ്ഞു വേണം എന്ന് നിർബന്ധിച്ചാണ് ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചത്. അതിനുശേഷം ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ അത് ഒഴിവാക്കാനുള്ള ഭീഷണി
രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നതടക്കം മൊഴിയിലുണ്ട്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ കുരുക്കാവുന്ന മൊഴിയാണ് ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്നത്. അത് ജാമ്യമില്ലാ വകുപ്പ് സമൂഹ മാധ്യമത്തിൽ അന്ന് മുതൽ പ്രചരിക്കുന്നുണ്ട് അനന്തൻ, അല്ലെ? നമുക്കൊക്കെ അറിയാം, ഫോൺ സംഭാഷണമായാലും അവരുടെ ചാറ്റുകളുടെ സ്ക്രീൻഷോട്ട് ആയാലും ഇതൊക്കെ സമൂഹ മാധ്യമത്തിലൊക്കെ പ്രചരിക്കുന്നതാണ്. തീർച്ചയായിട്ടും മോത്തി, ഈ പെൺകുട്ടിയുടേത് എന്ന് പറഞ്ഞ് ഇപ്പോൾ നിലവിൽ 3 ശബ്ദരേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് കൂടാതെ വാട്സപ്പ് ചാറ്റുകളുമുണ്ട്. എനിക്ക് തോന്നുന്നു അവസാനം വന്ന 2 ശബ്ദരേഖകൾ, അത് പ്രത്യേകിച്ച് ഇന്നലെ വൈകുന്നേരം പുറത്തു വന്ന ശബ്ദരേഖ, അത് കേട്ട് കഴിഞ്ഞാൽ മനസ്സാക്ഷിയുള്ളവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തത്ര വളരെ ദയനീയമായി ആ പെൺകുട്ടി മറ്റൊരു സുഹൃത്തിനോട് അവരുടെ അപ്പോഴത്തെ അവസ്ഥ, ഏത് രീതിയിലാണ് താൻ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് എത്തിയത്, രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് തന്നെ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് എത്തിയത് എന്നത് വളരെ അവശതയോടെ ദയനീയമായി ഇനിയൊരു ജീവിതത്തിൽ ഇനി മുന്നോട്ട് ഇരുട്ട് മാത്രമാണ് എന്ന മട്ടിൽ വിശദീകരിക്കുന്ന ഒരു ശബ്ദരേഖയാണ്. അത് കേട്ട് കഴിഞ്ഞാൽ ആരുടെയും കരളലിഞ്ഞു പോകും. അതിനൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈർഷ്യ കൂടുകയും ചെയ്യും. അത്രത്തോളം വികാരനിർഭരമായൊരു ഓഡിയോ സന്ദേശമാണ് ഇന്നലെ പുറത്തു വന്നത്. അതുകൂടാതെ അതിന് തൊട്ട് മുൻപ് വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലുമായി സംസാരിക്കുന്ന ഒരു ശബ്ദരേഖയുണ്ട്. അത് കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്റ്റാൻഡ് എന്താണ്, എത്രത്തോളം ക്രൂരമാണ് അയാളുടെ മനസ്സ് എന്നത് ബോധ്യപ്പെടുത്തുന്നതാണ് സമൂഹത്തോട്. സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും വിവാഹം കഴിക്കാമെന്നും തന്റെ ചോരയിൽ ഒരു കുഞ്ഞുണ്ടാവണമെന്ന് പറയുകയും ആവശ്യപ്പെടുകയും നിർബന്ധിക്കുകയും ഒക്കെ ചെയ്ത ശേഷമാണ് അത് വഞ്ചനാ കുറ്റം തന്നെയാണ് ചുമത്തേണ്ടത്. അങ്ങനെ ഒരു വാക്ക് നൽകി ലൈംഗികമായി ഉപയോഗിക്കുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം നിഷ്കരുണം രാഹുൽ മാങ്കൂട്ടത്തിൽ കൈയൊഴിഞ്ഞു എന്നതാണ് ഇവിടെ നമുക്കൊക്കെയും ഈ പറഞ്ഞതുപോലെ സഹിക്കാൻ കഴിയാത്ത ഒരു പെൺകുട്ടിയോട് ചെയ്തിട്ടുള്ള ഗുരുതരമായ തെറ്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഇന്നലെ ഇത് കേസ് അന്വേഷിക്കുന്ന നേരത്തെ ഈ ഒരു പ്രത്യേക സംഘത്തെ കേസ് അന്വേഷിക്കാൻ വേണ്ടി നിയോഗിച്ചിരുന്നു. അന്ന് ഈ ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട് ഒക്കെ ഉള്ള വിശദാംശങ്ങൾ അന്ന് ആ പ്രത്യേക സംഘം ശേഖരിച്ചിരുന്നു. മാത്രമല്ല ഈ പെൺകുട്ടി അന്ന് അശരീരി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് പ്രത്യേക സംഘം ഈ പെൺകുട്ടി ആരാണെന്ന് കണ്ടെത്തുകയും അവരെ നേരിട്ട് കണ്ട് പരാതി ഉണ്ടെങ്കിൽ നൽകാനും അതിനുള്ള നിയമ സംരക്ഷണം നൽകാമെന്നൊക്കെയുള്ള ഉറപ്പ് കൊടുത്തിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലും വലിയ സമ്മർദ്ദം തനിക്ക് മേലുണ്ട് എന്ന് പറഞ്ഞ് പരാതിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. പക്ഷേ അപ്പോഴും ക്രൈംബ്രാഞ്ചിൻ്റെ സംഘം ഈ ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങൾ അത് മുഴുവൻ ശേഖരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാഥമികമായ അന്വേഷണം നേരത്തെ തന്നെ പൂർത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അന്ന് നമ്മൾ ഈ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ തികച്ചും ഒരു ചതി എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ഒരാളോട് പ്രത്യേകിച്ച് വളരെ ഇത്രയും സൗഹൃദമുള്ള ഒരാളോട് ചെയ്യാൻ പാടില്ലാത്ത ഒരു വഞ്ചന രീതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയതെന്നൊക്കെയാണ് അന്ന് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചത്. കാരണം എല്ലാ അർത്ഥത്തിലും അയാൾ ആ പെൺകുട്ടിയെ ചതിക്കുകയായിരുന്നു. കാരണം അവർ വളരെ പ്രതീക്ഷിച്ചിരുന്നു അയാൾക്കൊപ്പം ഒരു ജീവിതം ഉണ്ടാകുമെന്നൊക്കെ. പക്ഷേ അയാൾ രാഷ്ട്രീയ ലാഭം നോക്കി അത് ഒഴിവാക്കാനാണ് ശ്രമിച്ചത് എന്നൊക്കെയുള്ള രീതിയിലാണ് അന്ന് അന്വേഷണത്തിൽ പ്രാഥമികമായൊരു വിലയിരുത്തലുണ്ടായത്. ഏതായാലും ഇപ്പോൾ കേസെടുത്തുള്ള അന്വേഷണത്തിലേക്ക് വന്നിരിക്കുകയാണ്. ആ അശരീരിക്ക് ഒരു ശരീരമുണ്ടായിരിക്കുന്നു. അവർ പരാതിയുമായി മുഖ്യമന്ത്രിയുടെ മുന്നിലാണ് വന്നത്. അപ്പോൾ ആ പരാതി അത്രത്തോളം ഗൗരവത്തോടെ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലം കൂടി ആയതിനാൽ ആ പരാതിയിൽ കൃത്യമായ നടപടി ഉണ്ടാവാൻ സർക്കാർ ഉറപ്പ് വരുത്തുകയും ചെയ്യും. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഒടുവിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ